ഡു യു ഫീൽ സിബ് ഈസ് മോർ കംഫർട്ടബിൾ ദാൻ ബട്ടൺസ്? ദെൻ വയോ നമുക്ക് സിബ് കുറച്ചുകൂടെ അടിപൊളിയാക്കി അടിക്കാം. സാധാരണ സിബൊക്കെ അടിച്ച് കഴിയുമ്പോൾ സൈഡിലുള്ള നൂല് നമ്മൾ സിബിനെ താഴ്ത്തും പോകുകയും ചെയ്യുമ്പോൾ കൂടെ വരാറാണ് പതിവ്. അപ്പോൾ നമുക്ക് സിബിൻ്റെ ഫ്ലോറൻസി മാക്സിമം കട്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സിബിൻ്റെ ഇടയിൽ പലതും പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ചിരിക്കണ്ട, ഞാനതൊന്നല്ല ഉദ്ദേശിച്ചത്. ഡ്രസ്സ് ഇടയിൽ പെടാൻ, ഇന്നർ ഇടയിൽ പെടാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാത്തതുപോലെ അടിക്കാനുള്ള ഒരു മെനക്കേടാണത്. ശരിക്കും മെനക്കേട് തന്നെയാണ്. കാരണം ആദ്യം സിബിനെ തയ്പ്പിച്ച് അതിന് ശേഷം അതിനെ വീണ്ടും ഉള്ള തുണിയിൽ വെച്ച് തയ്പ്പിച്ച് ചടങ്ങ്. പക്ഷേ സീരിയസ് ആയിട്ട് ഗായ്സ്, ഇങ്ങനെ അടിക്കാൻ ടൈലർമാരോട് പ്രത്യേകിച്ച് പറയുക, തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ തയ്ച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണലിസം, അതാണല്ലോ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത്. പ്രൊഫഷണലിസം മനസ്സിലാവും, അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവും. ചുമ്മാ അതൊന്നുമല്ല. ടൗണുകളിലൊക്കെ അടിക്കുന്ന സമയത്ത് അവർ ഒരു ടോപ്പിന് തന്നെ ഇത്രയും റേറ്റ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത്. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് തയ്ക്കുക. അവർ ഈ പഠിച്ച പഠിപ്പൊക്കെ അതിനുള്ള ഫീസൊക്കെ മുതലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മളെന്ത് ചെയ്താൽ മതി, നമ്മൾ തന്നെ തയ്ക്കുന്നവരാണെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ടൈലർ മാമനോട് പറഞ്ഞാൽ മതി. ഓക്കെ, നന്നായിട്ടുണ്ടോ ഗൈസ്?